ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവുമായി തെളിവെടുപ്പിനൊരുങ്ങുകയാണ് അന്വേഷണ സംഘം. ശബരിമലയിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്തതിന് പിന്നാലെയാകും തെളിവെടുപ്പിന് കൊണ്ടുപോവുക. വീണ വീണ്ടും ചേരുന്നുണ്ട്. വീണ, ഈ നമ്മൾ പലവട്ടം പറഞ്ഞതാണ്, ഈ മുരാരി ബാബു കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ചേർന്നു എന്നേ ഉള്ളൂ. അന്വേഷണം ഇപ്പോഴും വിപുലീകരിക്കപ്പെടുന്നില്ല. അന്വേഷണം മറ്റു തലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിന് പിന്നിലെ ഉന്നതരാണെന്ന ചോദ്യത്തിന് ഉത്തരം ഇനിയും കിട്ടുന്നുമില്ല. ഇപ്പോൾ മുരാരി ബാബുവിനെയാണ് SIT കൈപ്പിടിയിൽ ഒതുക്കി വച്ചിരിക്കുന്നത്. തെളിവെടുപ്പിന് കൊണ്ടുപോകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഒപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. ഇതൊക്കെ ശരി തന്നെ. പക്ഷേ ഇനിയും അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ SIT സംഘത്തിന് കഴിയുന്നില്ലെന്നോ? കൃഷ്ണരാജ്, ഈ ഒരു ഘട്ടത്തിൽ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. അന്വേഷണം ദിവസങ്ങൾ പിന്നിടുന്നു. കോടതിയിലടക്കം ഇത്തരത്തിലുള്ള റിപ്പോർട്ട് SIT സംഘം സമർപ്പിക്കുമ്പോഴും മുരാരി ബാബുവിലേക്കും ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രമാണ് അന്വേഷണം ഇപ്പോഴും കേന്ദ്രീകരിച്ചു പോകുന്നത്. ഉന്നതരുടെ പേരുകളടക്കം ഇവർ മൊഴി നൽകിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുമ്പോഴും എന്തുകൊണ്ടാണ് ഉന്നതരിലേക്ക് അന്വേഷണം നീളാത്തത്? അതുപോലെ തന്നെ സാമ്പത്തിക ഇവർ തമ്മിലുള്ള, അതായത് ഉന്നതരുമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഉള്ള സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിക്കുന്ന കൃത്യമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു എന്നുള്ള വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ അതൊക്കെ കേന്ദ്രീകരിച്ച് ഉന്നതരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അവരെ അറസ്റ്റ് ചെയ്യുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലിപ്പോൾ മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി നിലവിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം SIT സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഉദ്യോഗസ്ഥനാണ് ഈ മുരാരി ബാബു. മുരാരി ബാബുവിൽ നിന്ന് നിർണായക വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഉന്നതരുടെ പങ്കും അറിയേണ്ടതുണ്ട്. ഈ 2019 ഈ ദ്വാരപാലക ശില്പങ്ങളുമായി അത് പൊളിച്ചെടുത്ത് അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോകുമ്പോൾ, സ്വർണം പൂശുന്നതിനുമായി കൊണ്ടുപോകുമ്പോൾ ഈ മുരാരി ബാബുവിലാണ് സ്വന്തം കൈപ്പടയിൽ ഇത് ചെമ്പാണെന്ന് എഴുതി ചേർത്തത്. ഈ മുരാരി ബാബുവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയ്ക്ക്, അതായത് സ്പോൺസർ എന്ന രീതിയിൽ ഏർപ്പാട് ചെയ്തതെന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ മുരാരി ബാബുവിന്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരിക്കെ മുരാരി ബാബുവിന് ഇത്തരത്തിലുള്ള, അതായത് എഴുതി ചേർത്ത് അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇക്കാര്യങ്ങളൊക്കെ നൽകി സ്വർണം പൂശുന്നതിന് ഇത്തരത്തിൽ സ്വർണം നൽകി വിട്ടത് ആരുടെ നിർദ്ദേശപ്രകാരമാണ്? അതടക്കം പുറത്തു വരേണ്ടതുണ്ട്. ആരാണ് ഇത്തരത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുമതലപ്പെടുത്താൻ മുരാരി ബാബുവിന് നിർദ്ദേശം നൽകിയത്? ഇതിലുള്ള ഉന്നതരുടെ പങ്ക്, ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ്? അവർ തമ്മിലുള്ള മറ്റു കൂടിക്കാഴ്ചകളുണ്ടോ? അവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രേഖകൾ കൈമാറിയിട്ടുണ്ടോ? ഇക്കാര്യങ്ങളൊക്കെ വിശദമായി ചോദിച്ചറിയേണ്ടതുണ്ട്. 4 ദിവസത്തെ കസ്റ്റഡിക്കായാണ് ഇപ്പോൾ SIT സംഘം മുരാരി ബാബുവിനെ വാങ്ങിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുരാരി ബാബുവിനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തേക്കും. ചോദ്യം ചെയ്യുമ്പോൾ നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചറിയുക, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന മൊഴിയിലെ വ്യക്തത മനസ്സിലാക്കുവാനും ഒപ്പം തന്നെ മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യുമ്പോൾ മുരാരി ബാബു പറയുന്ന കാര്യങ്ങളിലെ വാസ്തവം മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഇരുവരെയും ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കായിട്ടും SIT സംഘം ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതരുടെ പങ്കുകൾ, ഇവരുടെ ഉന്നതരുടെ പേരുകളടക്കം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘത്തിന് ഇവർ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഉന്നതരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. മാത്രമല്ല ശബരിമല കേന്ദ്രീകരിച്ചുള്ള തെളിവെടുപ്പും ഇനി നടക്കേണ്ടതുണ്ട്. കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി കാലാവധി നാളെയാണ് കഴിയുക. 14 ദിവസത്തേക്കാണ് കോടതി കസ്റ്റഡി കാലാവധി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഇവർ പറഞ്ഞ മൊഴികളിലെ വ്യക്തത മനസ്സിലാക്കേണ്ടതുണ്ട്. ആ വൈരുദ്ധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്തേണ്ടതുണ്ട്. ഉന്നതരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവിനെയും ഇന്ന് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. തുടർന്ന് ഇന്ന് തന്നെ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഇന്ന് തന്നെ ഇവർ രണ്ടുപേരെയും ഒരുമിച്ച് തന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാര്യം, ശബരിമലയിലടക്കം തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഇവരെ കൊണ്ടുപോയി ഈ ശബരിമലയിലടക്കം തെളിവെടുപ്പ് നടത്തിയിട്ടില്ല. മുരാരി ബാബുവിൻ്റെ പങ്ക് പുറത്തു വരേണ്ടതുണ്ട്. ആരാണ് മുരാരി ബാബുവിന് ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിയത്? ഇവർക്ക് പിന്നുള്ള ഉന്നതരാരാണ്? ഈ 1, 2 പ്രതിയല്ലാതെ മറ്റ് പ്രതികൾ ആരൊക്കെയാണ്? മറ്റ് ഈ റിമാൻഡ് കോടതിയിൽ സമർപ്പിച്ച SIT കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലടക്കം മറ്റുള്ള പ്രതികളിലേക്ക്, അതായത് ദേവസ്വം ബോർഡും ഒക്കെ പ്രതിയായിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അവരെയൊക്കെ, മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെയൊക്കെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഉന്നതരിലേക്ക് അന്വേഷണം എത്തേണ്ടതുണ്ട്. ഇത് വൈകുന്ന സാഹചര്യത്തിൽ ഇവർ രണ്ടുപേരിലേക്ക് മാത്രം അന്വേഷണം ചുരുങ്ങുമ്പോൾ ഈ പ്രതികൾക്ക് രക്ഷപ്പെടുവാനുള്ള, ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കുവാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ കോടതിയിൽ വൈകാതെ തന്നെ അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വരും. അതിനു മുമ്പേ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർണായക വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. ഈ തെളിവെടുപ്പിനുള്ള ശബരിമല സ്വർണ്ണക്കവർച്ചയിൽ ഇപ്പോഴും അന്വേഷണം പോറ്റിയെയും
മുരാരി ബാബുവിനെയും ചുറ്റിപ്പറ്റി തന്നെയാണ്. ഏതായാലും മുരാരി ബാബുവിനെ കൂട്ടി ശബരിമലയിലേക്ക് SIT സംഘം പോകുന്നുണ്ട്. അതിനു മുൻപ് പോറ്റിയെയും മുരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും. വിവരണം നൽകുകയായിരുന്നു MS വീണ.